പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവെ, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ,
വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോൻപുകാലത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ മാനസാന്തരത്തിൻ്റെ 2 തലങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കണില്ല. അത് ധൂർത്തപുത്രൻ്റെ മാനസാന്തരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അകത്ത് വരുന്നൊരു വിഷയമാണ്, അദ്ദേഹം വാക്കാലുള്ളൊരു മാനസാന്തരമാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്ക യോഹന്നാനും മാനസാന്തരത്തിൻ്റെ 2 വേർഷൻസ് അവതരിപ്പിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തോട് ഐക്യപ്പെടുന്ന മനുഷ്യൻ്റെ പ്രതീകമായി ഈശോ പറഞ്ഞ കഥയുടെ പ്രധാന കഥാപുരുഷനായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് മുഴുവനും ആശയപരമായ കാര്യങ്ങളാണ്. ഞാൻ അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരെ പാപം ചെയ്തു, അങ്ങയുടെ പുത്രനെന്ന് പേരിന് പോലും ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ ദാസ എന്നെ സ്വീകരിക്കണമേ, എല്ലാം വാക്കുകളാണ്. നാളെ അദ്ദേഹം അത് ചെയ്യുമായിരിക്കും. അപ്പം വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ കഥ മുന്നോട്ട് പോണത്. പക്ഷേ സുവിശേഷത്തിലെ വാക്കുകളൊന്നും പറയാതെ നിശബ്ദമായ പ്രവൃത്തികളിലൂടെ തൻ്റെ മാനസാന്തരം അറിയിക്കുന്ന ഒരാളാണ് ബെഥനിയിലെ മറിയം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധവാരത്തിലെ പള്ളികളിലെ ബെഥനിയയിലെ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. സുവിശേഷത്തിലെ അനുദിന സുവിശേഷത്തിലെ ഒന്നും മിണ്ടത്തില്ല മറിയം, ശാന്തമായിട്ടാണ് ചെയ്യണത്. ചിലപ്പോഴും അവിടെ കണ്ണ് നിറഞ്ഞു കാണും, കണ്ണീരും നാരദ സുഗന്ധത്തിൻ്റെ കൂടെ കർത്താവിൻ്റെ കാൽക്കൽ വീണ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കാൻ വിട്ടുപോയതാണ് അവളുടെ ഒരു കുഴപ്പം. കർത്താവ് ഒരാഴ്ചക്ക് മുമ്പ് അവരുടെ വീട്ടിൽ വന്നതാണ്, ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴേ. പക്ഷെ അന്ന് മറിയം എല്ലാവരും ഓടിപ്പോയി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവിനെ സ്വീകരിച്ചപ്പോഴും ബൈബിൾ പറയുന്നുണ്ട് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. യോഹന്നാൻ 11:20 യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത ചെന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മാർത്തയുടെ കൂടെ മറിയത്തെ അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ യോഹന്നാന് സത്യം പറയാതിരിക്കാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്യാതെ ഒരു നയവും ഇല്ലാതെ യോഹന്നാൻ പറഞ്ഞു മറിയം ഉണ്ടായിരുന്നു, പക്ഷെ മറിയം എഴുന്നേറ്റ് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ എഴുന്നേറ്റ് വന്നില്ല എന്ന് തന്നെയല്ല, അവർക്കൊരു പണിയില്ല, വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് പറയണത്. അതിൽ നന്ദികേടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവളങ്ങനെ കാണിച്ചത് നമുക്ക് പറയാം കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോൾ കൂടുതൽ സ്നേഹമുള്ളവർ ചില സമയത്ത് കർത്താവ് ലാസർ ക്ഷീണമായിട്ട് കിടന്നപ്പോൾ മാർത്ത ആളയച്ചെങ്കിൽ ഇവരൊത്തിരി പ്രതീക്ഷിച്ചായിരുന്നു കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം ചില പറഞ്ഞ് അപ്പം അവസാനം വരാതെ മരിച്ചു പോയില്ലേ. അപ്പം ആൾക്കാർ പറഞ്ഞ് അടക്കത്തിനെങ്കിലും ഈശോ വരാതിരിക്കത്തില്ല എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒത്തിരി കണ്ണ് നൊന്ത് കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്തെല്ലാം സംഭവിച്ചാലും ഈശോ വന്ന അവരുടെ ഒരു ഏറ്റവും കണ്ണീരിൻ്റെ ഒരു സമയമാണ്, അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ. പക്ഷേ ഈശോ വന്നില്ല. അതുകൊണ്ട് മറിയത്തിന് ഭയങ്കര സങ്കടവും ഉള്ളിലെ ദേഷ്യമാണ്. അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. പക്ഷെ നമുക്കങ്ങനെയൊക്കെ കാണിക്കാം, പക്ഷേ ഈശോയോട് കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈശോ എന്ത് ചെയ്യുമെന്ന് നമുക്കൊരു പിടിയില്ല, അതാണ് പ്രശ്നം. ഇവൾ വിചാരിച്ചത് ഇത് കുഴിച്ചു മുഴിയപ്പോൾ ലാസറിൻ്റെ സംഭവം തീർന്നെന്നാണ്. കാര്യം ഈശോ വന്നില്ലല്ലോ.
നമ്മുടെ പലപ്പോഴും നമുക്ക് വരുന്നൊരു അബദ്ധം, ചില ആൾക്കാർ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ചിലർ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ട്, ഇതല്ലേ ഗതി എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലാ, കോളേജിൽ അല്ലെങ്കിൽ വിസ പാസ്സായില്ലെങ്കിലാ ഉടനെ ഇവർ ദൈവത്തോട് ഇതുപോലെയുള്ള ഒരു സ്ട്രൈക്ക് കാണിക്കും. എന്നാത്തിനാ പ്രാർത്ഥിച്ചു, എല്ലാവരും കയറിപ്പോയി, ഞാൻ മാത്രം കരയിലായെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ ടൈപ്പാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമല്ലോ. അതാണ് ഏറ്റവും വലിയ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. കാര്യം നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയാമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്ന പാട്ട് നിൽക്കത്തില്ല ഇത്. കാര്യം എന്താ, ഈശോയ്ക്ക് അറിയാം എപ്പോഴാണ് വരേണ്ടതെന്ന്, നിനക്ക് എപ്പോഴാണ് ജോലി കിട്ടേണ്ടത്, നീ എപ്പോഴാണ് കിട്ടേണ്ടത്, നിനക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാവേണ്ടത്, എല്ലാം ദൈവത്തിനൊരു കണക്കുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ മനസ്സിലെ കണക്കിനോട് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വേറെ ആൾക്കാരുടെ മനസ്സിലാണ് നമ്മുടെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ജോലി കിട്ടി, അവർ കെട്ടിപ്പോയി, ഇവർക്ക് വിസ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷനല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ഉണ്ടാക്കണം അല്ലല്ലോ, നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷന് ദൈവം എന്ത് ചെയ്യാനാ? നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്ത കൊണ്ട് നീ അവിടെ കൂടെ ചടിയതല്ലേ. ഇതുപോലെയുള്ള സംഭവമാണ് മറിയവും കെറിയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ആലപ്പുഴ ലാംഗ്വേജാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ മനസ്സ് നീരസമായിട്ട് മാറി നിൽക്കത്തില്ല, സഹകരിക്കാതെ. അതിന് ഈ നാട്ടിൽ പറയുന്നൊരു വാക്കാണത്. എല്ലാവർക്കും അതറിയാവുന്ന അറിയത്തില്ല, എന്തായാലും ഇതാണ് സംഭവം. പക്ഷെ നമ്മളും ഇതുപോലെ നമ്മൾ കാണിക്കും ദൈവത്തോട്. എന്തെങ്കിലും മകളുടെ കല്യാണം നമ്മൾ ആ ചെറുക്കൻ നല്ല ചെറുക്കനായിരുന്നു, ആ ചെറുക്കൻ നല്ല ചെറുക്കനാണ്, ഇവളെ പിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞ് ചെറുക്കൻ വരുന്ന കാണുമ്പോൾ ഇവള് വലിയ സ്റ്റൈല് കാണിക്കും. അങ്ങനെ ആ കല്യാണം പോയി കിട്ടി. അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് വെച്ച് ഇവളുടെ അടുത്തേക്ക് കയറാനായി, എന്നപ്പോൾ നിങ്ങൾ എന്നെ കെട്ടിക്കണെ കാണുന്ന ഇവളുമായി. ഇങ്ങനെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനാണ്, പക്ഷെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ് ചിലർ. ഇവളും അതുപോലെ തന്നെ അഭ്യാസം കാണിച്ചു. കാലം തള്ളിപ്പോയി നടത്തില്ല. അപ്പോൾ ദൈവത്തിനല്ല നിങ്ങൾ കുറ്റം പറയേണ്ടത്. നിങ്ങൾ കാണിക്കുന്ന ഓരോരുത്തരും ചവിട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് നാശകോടാലിയാക്കണത്. ഇപ്പോൾ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഈ സബ്ജക്റ്റ് എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്താണ്, ഗുമ്മുള്ള സബ്ജക്റ്റ് നോക്കി എടുക്കുകയാണ്. നാട്ടുകാരെ കേട്ട് കഴിഞ്ഞാൽ കേട്ടില്ല, തട്ട് കിട്ടുന്ന സബ്ജക്റ്റ്. എന്നാൽ ഈ സംഭവത്തിന് ചെയ്യാനുള്ള കഴിവുണ്ട്, അതില്ല താനും. അപ്പം ഈ ആർക്കോ വേണ്ടി, ആരുടെയോ മുമ്പിലൊക്കെ ആളാകാൻ വേണ്ടി കാണിക്കുന്ന ഓരോ സംഭവങ്ങൾ, അതുകൊണ്ടല്ലേ പല ആൾക്കാരും നാട്ടിൽ പഠിക്കാത്തത്. പറയണത് എന്താണ്, ജോലി കിട്ടത്തില്ലെന്നാണ് പറയണത്. പിന്നെ അവിടെ ആരും ജോലി കിട്ടേണ്ടിയില്ല. അപ്പം അതല്ല പ്രശ്നം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറേ പേര് വെറുതെ പോയതാണ്. വിദേശത്ത് പോയില്ലേ, കുറേ പേര് വെറുതെ പോയതാണ്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയണേ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ദൈവസംരക്ഷണം കിട്ടാത്ത പലപ്പോഴും. അപ്പം ഇങ്ങനെ വെറുതെ പോയി പണി മേടിച്ചിട്ട് ആൾക്കാർ നിങ്ങൾ നല്ലവണ്ണം അനുതാപപ്പെട്ടിട്ട് നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കരുതലായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. എന്നാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ വെറുതെ മത്സരം പിടിച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടച്ച് പിന്നെയും ഒരു അരിശം കൊണ്ട് ചാടിയിട്ട് പല അരിശം എടുത്തിട്ട് കാര്യമില്ല അവിടെ കിടന്ന്. മറിച്ച് എല്ലാം നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ മനസ്സ് അംഗീകരിച്ചിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ എല്ലാ തരത്തിലും ഒരു ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായിട്ട് മാറണം. നോൻപ് കാലത്ത് ആ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. മറിയത്തിനുണ്ടായത് എന്താണ്, മറിയം ഇങ്ങനെ കെറിയിച്ചും കർത്താവിനോട് മറുത്ത് ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്നെങ്കിലും കർത്താവ് അവളെ വിളിക്കാൻ പറഞ്ഞ്. അതാണ് ഞാനാണ് കർത്താവ് സത്യമായിട്ട് വിളിപ്പിക്കത്തില്ലായിരുന്നു, ഇരിക്കണൊക്കെ അവിടെ ഇരുന്നിട്ടെന്ന് വിചാരിക്കും, അവൾക്ക് അതിനുള്ള യോഗമില്ലെന്ന് പറയും. പക്ഷെ ഈശോ എന്തോ ഒരു വലിയ ആളാണ്, അവളെ വിളിച്ചു എളിമയോടെ, അവളെ ഇപ്പിച്ച് തോപ്പിച്ച് നോക്കിയാ. പക്ഷെ അവളെ വിളിച്ചു. ഇതിൽ ഈ മാർത്തായോട് പറഞ്ഞ മുഴുവൻ അവളോടും പറഞ്ഞു. ഒരു കാര്യമില്ലേ, ഈശോരം പറഞ്ഞാൽ ചോദിക്കുമ്പോൾ മാർത്താടി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പറഞ്ഞതാണ്, നിങ്ങൾ നിൻ്റെ സഹോദരി ഉയർത്തി നിൽക്കും. അപ്പം മാർത്ത പറയും, അന്തിമനാളിൽ പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോഴും മാർത്ത പറഞ്ഞു, ഞാൻ അങ്ങ് ലോകത്തിലേക്ക് വരുന്ന മിശിഹായാണെന്ന്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് തീർന്ന ആ ക്ലാസ് കഴിഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് മറിയം വരുമ്പോൾ വീണ്ടും ഈശോ ആ ക്ലാസ് ആവർത്തിക്കും, അവർക്ക് വേണ്ടി മാത്രം. എന്ത് ഈശോയാണ് നമുക്കൊരു പിടിയില്ല.
അത്രക്ക് സൂപ്പറാണ്. അപ്പോൾ അവൾ പറയും, പക്ഷേ ഉയർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ലാസർ പിന്നെ ഇവൾ സംസാരിച്ചിട്ടില്ല. ഇവരൊക്കെ ഇരുട്ടത്തെ അട്ടി കിട്ടിയ പോലെ, മുതുകത്ത് അട്ടി കിട്ടിയ പോലെ. എന്താണ് ഇത്രയും തനിക്ക് വേണ്ടി മാത്രം തന്നെ വിളിപ്പിച്ചു, തനിക്ക് വേണ്ടി മാത്രം അത് വീണ്ടും ആ സിലബസിൽ ആ ക്ലാസ് എടുത്തിട്ട് അവസാനം തൻ്റെ ആങ്ങളെ ഉയർപ്പിച്ച് കൈ തന്നില്ലേ? ആ കർത്താവിനോട് താൻ വന്നപ്പോൾ പോയില്ലല്ലോ, താനാണല്ലോ നിജത്രം കാണിച്ചത്, നന്ദികേട് കാണിച്ചതെന്ന് ഓർത്തിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ അവൾ ചെയ്ത അത്രയും പ്രയോഗമാണ്. കർത്താവ് എന്നെ വീട്ടിലോട്ട് വിളിച്ച് വിരുന്നിനെ വിളിച്ചിട്ട്, എന്തിനാ ഈ അറിയുമായിരിക്കും ഈ വിരുന്നിനൊക്കെ വിളിച്ചിരിക്കണതേ, വിളിച്ച് അവൾ അത്രയും നാൾ പണി ചെയ്ത കാശിൻ്റെ സുഹൃത്താൻ പുകന്തം എടുത്തിട്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ ഒഴുക്കി, എന്നിട്ട് തലമുടി കൊണ്ട് തുടച്ച് അവൾ സോറി പറയുന്നതിന് വേണ്ടി ചെയ്ത പരിപാടി അതല്ല, കർത്താവിൻ്റെ നിലവാരത്തിന് പറ്റിയൊരു സോറി ആയിരുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുന്ന കൊള്ളാം, പക്ഷെ എൻ്റെ മക്കളെ കർത്താവിൻ്റെ നിലവാരത്തിനൊത്ത് മറിയത്തിൻ്റെ മാതൃകയിലൊരു മാനസാന്തരം വേണം. എന്നാൽ സൂപ്പറായിരിക്കും. എൻ്റെ പേര് മേരി റിനി. ഞാൻ പള്ളിത്തോട് ഇടവക അംഗമാണ്. ഞാൻ 2021 സെപ്റ്റംബർ 29 ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടി നിയോഗം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലിയായിരുന്നു. കാരണം ഞാൻ 2018 മുതൽ ഒരു CBSE സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം എൻ്റെ ഹസ്ബൻഡ് ആകസ്മികമായി മരിച്ചതുകൊണ്ട് എനിക്ക് പിന്നെ മുന്നോട്ട് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം കൊറോണ വന്നു. അതിനുശേഷം ഇവിടെ ഉടമ്പടി തുടങ്ങിയപ്പോൾ വന്ന് ഉടമ്പടി എടുത്തു. കാരണം ഏജ് ഓവറാകാൻ പോകുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് പുതുക്കാൻ സമയമായപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള മിസ്സുമാരോട് പറയും, മിസ്സേ ഇനി ഞാൻ പിന്നെ ഈ സ്കൂളിന് ഈ ജോലിയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അടുത്ത വർഷം ഞാൻ വേറെ എന്തെങ്കിലും ജോലി നോക്കും. കാരണം എനിക്കിത് പറ്റില്ല. അപ്പോൾ അവരും ഉടമ്പടിയിലൊക്കെ ഉള്ളവരായതുകൊണ്ട്, അവരും ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായതുകൊണ്ടും എന്നോട് പറയുമായിരുന്നു, വിഷമിക്കേണ്ട, നീ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുതുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു മാർച്ചൊക്കെ ആയപ്പോൾ സ്കൂളിലെ ലീവൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം ലീവ് എടുത്ത് നീ ഉടമ്പടി പുതുക്കൂ, എന്നിട്ട് അമ്മയോട് ഈ നിയോഗം പറയൂ. കാരണം ഏജ് ഓവറായി, ഇനി സമയമില്ല. PSCയിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിട്ട് അതിൽ നിയമനവും നടന്നില്ല. അപ്പോഴേ ഞാനൊരു മാർച്ച് 5 ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയും 2022 മാർച്ച് 5 ഉടമ്പടി പുതുക്കുകയും ആ ദിവസം തന്നെ എനിക്കറിയാൻ സാധിച്ചു, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് LP സ്കൂളിലേക്ക് പുതിയ ടെസ്റ്റ് നടത്താൻ പോകുന്നു. ആ മാർച്ച് മാസത്തിൽ തന്നെ ടെസ്റ്റിനുള്ള ഗൂഗിൾ ഫോം വരികയും ഞാനും അതിനപേക്ഷിക്കുകയും ചെയ്തു. ഏപ്രിൽ 2 എൻ്റെ ടെസ്റ്റ് നടന്നു. ഒരു 130ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു, കിട്ടുമോ എന്ന് അറിയില്ല. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അറിയിപ്പുണ്ടായി, ഏപ്രിൽ 30 ഇൻ്റർവ്യൂ നടക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു കോൾ വരികയാണ്. കാരണം ഉടമ്പടി പുതുക്കി ആ 90 ദിവസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഒരു 8 പേരോളമുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ആദ്യം ഒരു 8 വേക്കൻസി ഉണ്ട്, ഇന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഓരോരുത്തരെയാണ് വിളിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. സാധാരണ മാനേജ്മെൻറ്റിൽ ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു അനുഭവം ഉണ്ടായി. വീട്ടിലിരുന്നൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 എന്നൊരു നമ്പർ ഒരു സ്ത്രീ ശബ്ദത്തിൽ എനിക്ക് കേട്ടു. അപ്പോൾ ഞാൻ വാതുക്കെ ചെന്നിട്ട് അമ്മച്ചി ആയിരിക്കുമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ ആരുമില്ല, അമ്മച്ചി അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോരുത്തരെയായിട്ട് അച്ഛനെ സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജൂണിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടാകും. ജൂൺ 1 ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും അപ്പോയിൻമെൻറ്റ്. നിങ്ങൾ 8 പേര് ആദ്യം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നിൻ്റെ റാങ്ക് 2 ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ 1 തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക്, ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. ആ നിയമനം ലഭിച്ച 1 വർഷത്തിന് ശേഷം അപ്പോൾ ഒരു ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി വിധി വന്നു. ഭിന്നശേഷി സംവരണം പാലിക്കാത്തത് കൊണ്ട് മാനേജ്മെൻറ്റ് നിയമിച്ച നിയമങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. കൂടുതൽ വിഷമത്തിലായി. ഞാൻ മാതാവിനെ തന്നെ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, നീയും ഈശോയും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, ഇതിൽ നീ ഇടപെടണം. അങ്ങനെ 1 വർഷത്തിന് ശേഷം ജൂൺ ആയപ്പോഴേക്കും
ഒരു എ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടായി, അപ്പോയിൻമെൻറ്റ് പാസ്സാക്കുന്നു എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റെഗുലറൈസ് ചെയ്ത് പാസ്സാക്കിയായിരിക്കുമെന്ന്. പക്ഷേ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നപ്പോഴാണ് അറിയുന്നത് അത് ഡെയിലി വേജായി പാസ്സാക്കിയാണെന്നുള്ളത്. നല്ല വിഷമം തോന്നി. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിച്ചു, ഈശോയെ നീ എനിക്കൊരു സ്ഥിരം ജോലിയല്ലേ തന്നത്, പിന്നെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഏജ് ഓവറായി, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു മാറ്റിവെക്കലോ ഇങ്ങനെ ഒന്നും സാധിക്കില്ല, ഏജ് ഓവറായി. അപ്പം ഞാൻ എടുത്തപ്പോൾ കിട്ടിയ വചനം ഏശയ്യ 69:9 കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ ഈശോയുടെ കയ്യിൽ കൊടുത്ത വിഷയമാണ്, ഇതിൽ ഈശോ ഇടപെടും. അത് അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നോടുള്ള എൻ്റെ ഉടമ്പടി പുതുക്കലിലേക്ക് എൻ്റെ നിയോഗമായി ഇത് ഞാൻ വെക്കുമായിരുന്നു. ഈശോയെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകരുത്, എനിക്കിനി ഒന്നും, എന്നെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓവറായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവൺമെൻറ് പുതിയൊരു ഓർഡർ ഇറക്കി. സുപ്രീം കോടതി NSSന് നൽകിയ വിധി അനുസരിച്ച് മാനേജ്മെൻറ്റുകൾ ഭിന്നശേഷി സംഭരണത്തിനുള്ള സീറ്റുകൾ ഒഴിച്ചിടുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്ത് സാലറി സ്കെയിലിലേക്ക് പാസ്സാക്കുന്നുവെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അതിൽ ഉൾപ്പെടുകയും ഈ ചൊവ്വാഴ്ച മാർച്ച് 17 എൻ്റെ അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്ത് ഞാൻ എന്ന് ജോയിൻ ചെയ്തോ അന്നു മുതൽ ഉള്ള എൻ്റെ ആ സർവീസ് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ പോസ്റ്റ് റെഗുലറൈസ് ചെയ്ത് ശമ്പള സ്കെയിലിലേക്ക് പാസ്സാക്കി ഓർഡറാക്കി. ആ ഓർഡറുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയോട് ആദ്യം പറയണമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയോട് തന്നെയാണ് ആദ്യം പറയുന്നത്. എൻ്റെ വീട്ടിൽ പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്കൂളിലെ അധ്യാപകർക്കല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. അമ്മയോട് പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ വീട്ടിൽ കൂടെ അറിയിക്കുമെന്ന്. ഒരു അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, കാരണം ഒരു യോഗ്യതയും എനിക്കുണ്ടായിട്ടല്ല, ഈ അമ്മ തന്ന ഒരു അനുഗ്രഹം കൊണ്ട്, ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹമാണിത്. എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും അല്ലാതെ വേറെ ആരുമില്ല. അവർ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. 1000 നന്ദി പറയുന്നു. അല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ കാലയളവിൽ ഈശോ തന്നിട്ടുണ്ട്. എനിക്ക് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. 2 വർഷമായിട്ട് പൊടി അലർജിയാണ്. അതുപോലെ തന്നെ തണുത്ത എന്തെങ്കിലും കഴിക്കുകയോ കാറ്റ് കൊള്ളുകയോ അങ്ങനെ ഭയങ്കരമായിട്ട് രാവിലെ ബുദ്ധിമുട്ടുമായിരുന്നു. തുമ്മലാണ്. ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോൾ തുമ്മൽ തുടങ്ങിയ പിന്നെ ഒരു 2-3 കർച്ചീഫുകളായിട്ടാണ് പോണത്. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. തുമ്മൽ എന്നിട്ട് മഴ പെയ്യുന്നത് പോലെയാണ് മൂക്കിൽ നിന്ന് വരുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ എനിക്ക് ഒരുപാട് സഹനങ്ങൾ തന്നു, അത് ഞാനെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. ഇതും ഒരു സഹനമായി നീ തരികയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ പോയിരിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ആകുമ്പോൾ ഇങ്ങനെ തുമ്മി മറ്റുള്ളവർക്കൊരു ശല്യം. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, നിൻ്റെ തിരുക്കുമാരൻ്റെ പീഡാസഹനങ്ങളുടെ കുറവുകളോട് ചേർത്ത് ഞാനിത് വെക്കുന്നു, നീ ഇത് സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ടോക്കിൽ അങ്ങനെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ പീഡാസഹനങ്ങളുടെ കുറവുകളോട് ചേർത്ത് വെക്കണമെന്ന് പറയുകയാണ്. അത് കേട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ അസുഖം ഇങ്ങനെ പൂർണ്ണമായും മാറി. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഞാൻ എല്ലാ ദിവസവും ഗുളിക കഴിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഉറക്കം വരുന്ന പോലെ തോന്നും. എങ്കിലും അത് കഴിക്കാതെ പോയി നിന്നാൽ ആ ജലദോഷം കൊണ്ട് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ നിന്ന് തുമ്മി ഇങ്ങനെ നിൽക്കണം. അവർക്കും അത് പകരുമോ എന്നോർത്ത് ഞാൻ പേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഗുളികയും കഴിക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ എൻ്റെ മകന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ ഹോൾ ചെറുതായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, അവന് സർജറി ചെയ്യണം, അനസ്തേഷ്യ കൊടുക്കണം, ഇപ്പോൾ ഒരു 10 വയസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനുശേഷം ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് സർജറി ഇല്ലാതെ തന്നെ അത് മാറി. പിന്നെ ഒരു ഡോക്ടറെയും കാണിക്കേണ്ടി വന്നില്ല, അത് പൂർണ്ണമായി മാറി. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഇത് പിന്നെ ഈ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കൂൾ എക്സാം പാസ്സാകണമായിരുന്നു. അതും ഞാൻ നിയോഗത്തിൽ വെച്ചു, അതും പാസ്സാകാൻ സാധിച്ചു. ചെറുതും വലുതുമായ അനുഗ്രഹം മാതാവ് ഈശോയിലൂടെ എനിക്ക് നേടിത്തന്നിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഞങ്ങൾ അധ്യാപകർ കൂടിയൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ഞങ്ങൾ അഖണ്ഡ ജപമാല എല്ലാ മാസവും 2ാം ശനിയാഴ്ച നടത്താറുണ്ട് ഓരോ വീടുകളിൽ. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഹോസ്പിറ്റൽ മിഷൻ പോലെ നടത്താറുണ്ട്. എല്ലാവരും പൈസ കളക്ട് ചെയ്ത്. അപ്പോൾ ക്യാൻസർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കാറുണ്ട്. അവിടെ പോയി രോഗികളെ സന്ദർശിക്കുകയും പത്രവിതരണം നടത്തുകയും അവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ മറ്റുള്ളവരും നമ്മളോട് സഹായം ചോദിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും
അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എനിക്ക് അല്ലാതെ സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി. എനിക്ക് ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ഞാനിവിടുന്ന് ഈ ജോലി ഇതിൽ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള അധ്യാപകർ ഇതുപോലെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അവരൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്ന് പറയും. അപ്പോൾ അവരെന്നോട് പറയുന്നത്, നീ പ്രാർത്ഥിക്കുക, നിൻ്റെ വിളി എന്താണെന്ന് നീ മാതാവിനോട് ചോദിക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുകയാണ്, അമ്മേ നീ എന്നെ ഒരു അധ്യാപികയാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് നീ എന്നെ വിളിച്ചിരിക്കുന്ന വിളിയെങ്കിൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, എൻ്റെ സ്കൂളിൽ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ പ്രെയർ റൂമുണ്ട്, അധ്യാപകർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ജോസഫ് അച്ഛൻ വരുന്നു. എന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും ബ്ലെസ് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് വിടുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ നിൻ്റെ വിളി ഇത് തന്നെയാണ്, നീ പ്രാർത്ഥിക്കുക, നിനക്ക് ഒരു അനുഗ്രഹം മാതാവ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ്, ഈ ക്രൂശിത രൂപത്തിലുള്ള ഈശോ, ഇവിടെ അച്ഛൻ ഒരു ധ്യാനം നടക്കുന്നു, ആരാധന എഴുന്നള്ളിച്ചു, അച്ഛൻ ഇവിടെ നിന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് ജീവൻ വെച്ചിട്ട് ഈശോ ഇറങ്ങി വന്ന് അച്ഛൻ്റെ അഭിമുഖമായി നിന്നിട്ട് അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. പിന്നെ അല്ലാതെ ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ടൊരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ ഈ ഈശോയുടെ വലത് കൈയിൽ നിന്ന് ഒരു പ്രകാശം എൻ്റെ മുഖത്ത് അടിക്കുന്നത് പോലെയും എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ അൾത്താരെയും മാതാവിനെയും ഈശോയും ഒക്കെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യവും അമ്മയും ഈശോയും എനിക്ക് നൽകുകയുണ്ടായി. അതിന് ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 20-ാം തിരുവചനം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. നാം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടക്കുമ്പോൾ 2000 പരം വാഗ്ദാനങ്ങളാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി അവിടുന്ന് നിർവഹിക്കുന്നതാണ്. ഓരോ സാക്ഷ്യങ്ങളിലും നാം സഹോദരങ്ങളേറ്റു പറയുന്നതായി കാണുന്നത്. മേരി റിനി എന്ന ഈ സഹോദരി ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് ഒരു അസാധ്യതയുടെ സാക്ഷ്യമാണ്. തനിക്ക് ഏജ് ഓവറായിട്ടുള്ള ഒരു മെറിറ്റുമില്ല ഒരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനൊരു നിയമനത്തിന് ഇനി സാധ്യതയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വപ്നത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും എല്ലാം വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഈശോയെയും പരിശുദ്ധാമ്മയെയും സ്വപ്നത്തിലൂടെ അനുഭവിക്കുവാനും കാണുവാനുമൊക്കെയുള്ള വലിയ കമ്മ്യൂണിക്കേഷൻ അനുഭവങ്ങൾ ഈ മകൾക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. ഈ മകൾ വളരെ സങ്കടപ്പെട്ട് ഇനി എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ സാധ്യതയില്ലേ എന്ന് സങ്കടപ്പെട്ട് ചോദിച്ചപ്പോൾ ഒരു ഫീമെയിൽ വോയിസ് വളരെ കൃത്യമായി പരിശുദ്ധ അമ്മയുടെ വോയിസ് തന്നെ ഈ മകൾക്ക് കേൾപ്പിക്കുകയുണ്ടായി. 2 എന്ന നമ്പർ ഈ മകളെ കേൾപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഈ മകളുടെ ജീവിതത്തിലുണ്ടായ വലിയ വ്യത്യാസങ്ങൾ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ നൽകിയ ആ സാമീപ്യവും വാഗ്ദാനവും വളരെ ശക്തമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ തൻ്റെ ആയുധമായ ജപമാലയും ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് വളരെ ശക്തമായി പോരാടുവാനും പ്രാർത്ഥിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഈശോയെ കൈമാറുവാനും ഈശോയെ സ്നേഹിക്കുവാനുമുള്ള വലിയ അനുഭവവും അനുഗ്രഹവും അഭിഷേകവും ഈ മകൾക്കുണ്ടായി എന്നാണ് ഈ മകളേറ്റു പറയുന്നത്. തൻ്റെ എല്ലാ അസാധ്യതകളിലും പരിശുദ്ധ അമ്മ ഇടപെടുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജോസഫച്ചൻ്റെ ഭാഷയിൽ പെട്ടെന്ന് പെട്രോൾ കത്തുന്നത് പോലെ കത്തുന്നത്. മേരി റിനിക്ക് പറയാൻ അത് തന്നെയാണുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഉടമ്പടി ഇത്രയും വേഗം ലാഘുവായത്, ഇത്രയും വേഗം ശക്തമായി കത്തിപ്പടർന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണെന്ന് ഈ മകൾ ഉറപ്പിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഈ മകളുടെ വർഷങ്ങളായിട്ടുള്ള അലർജി, തുമ്മൽ, ഇതെല്ലാം പരിശുദ്ധ അമ്മ നേർച്ച വസ്തുക്കളുടെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ വിശ്വാസ പ്രയോഗത്തിലൂടെ മകൾക്ക് സൗഖ്യപ്പെട്ടു.
മകൻ്റെ യൂറിൻ പാസ് ചെയ്യാനുണ്ടായിരുന്ന ആ തടസ്സവും പരിശുദ്ധ അമ്മ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ശക്തമായി പ്രവർത്തിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി ഏറ്റെടുത്തു. ഇന്ന് മേരി റീനിക്ക് ഈശോയെ പ്രഘോഷിക്കുവാനും ഈശോയെ പറ്റി സംസാരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെക്കുറിച്ച് പറയുവാനും 1000 കാരണങ്ങൾ ഉള്ളതിൻ്റെ ഒരു വലിയ അവസ്ഥ ഇതാണ്. ഇന്ന് എന്നെ തൊട്ടതുപോലെ, എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മേരി റീനിക്ക് ഏത് ലോകത്തിനു മുന്നിലും ഏതൊരു നിരീശ്വരവാദിയുടെയും മുന്നിൽ ശക്തമായി ഏറ്റുപറയാനുള്ള ബലവും ധൈര്യവും സാമർഥ്യവും ഈശോ നൽകിയിരിക്കുകയാണ്. മേരി റീനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെയും സങ്കടങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് കൃപാസനം മാതാവിനും ഈശോയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് വിസ്മയ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂലൈ 9-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. ആദ്യത്തെ 3 എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. എൻ്റെ അമ്മ അതിന് മുൻപേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ നൽകിയ കാശ് രൂപവും വിശുദ്ധ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. റിസൾട്ട് വന്നപ്പോൾ 3 മൊഡ്യൂളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ വേണ്ടി സാധിച്ചു. പിന്നീട് പിറ്റേ മാസം തന്നെ സ്പീക്കിങ്ങിന് ഡേറ്റ് എടുത്തു. പക്ഷേ അതെനിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റിയില്ല. പിന്നീട് ഓരോ സമയവും എല്ലാ മാസവും മെയിൽ അയക്കും എക്സാം ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കിട്ടിയില്ല. 5 മാസത്തോളം അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നീട് ഡിസംബർ 7 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിന് ശേഷം എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നു, സ്പീക്കിങ്ങിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ അത് മാതാവ് തന്നതിൻ്റെ അടയാളമാണെന്ന് സ്ഥിരീകരിക്കാനായി അതിൽ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ്. അങ്ങനെ 2025 24 ജനുവരിയിൽ എനിക്ക് സ്പീക്കിങ്ങിന് ഡേറ്റ് കിട്ടി ട്രിവാൻഡ്രത്ത്. എക്സാമിനായിട്ട് അവിടെ പോയപ്പോൾ അവിടെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പാർട്ണറായിട്ടുണ്ടാകുന്ന കുട്ടി ഉടമ്പടി എടുത്തായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ 4 പേരെ സ്പീക്കിങ്ങിന് വേണ്ടി കയറ്റിയ സമയത്ത് അതിൽ എൻ്റെ പാർട്ണർ ഒഴിച്ച് ബാക്കി 3 പേരും ഞങ്ങൾ ഉടമ്പടി എടുത്തവരായിരുന്നു. ഞങ്ങളെ കയറ്റിയ സമയത്തും പരസ്പരം എല്ലാവരും ഉടമ്പടിയെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു പ്രത്യാശയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ എക്സാമിനർ ഞങ്ങളെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോയ സമയത്ത് ഒരു അതായത് നമ്മുടെ മെഴുകുതിരിയുടെ നീല മെഴുകുതിരിയുടെ അതേ കളറുള്ള പ്ലെയിൻ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ആ ഇൻവിജിലേറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു നീല കളറിലുള്ള ഒരു പ്ലെയിൻ ഷോൾ കഴുത്തിൽ കൂടെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എക്സാം വലിയ കുഴപ്പമില്ലാതെ തന്നെ നടന്നു. എനിക്ക് ആ മിസ്സിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇവരെന്നെ എന്തായാലും പാസ്സാക്കും, ഞാൻ എത്ര മോശമായിട്ട് പറഞ്ഞാലും ഇവരെന്നെ പാസ്സാക്കും, അങ്ങനെയാണ് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നത്. അതിനുശേഷം അവസാന നിമിഷമായപ്പോഴേക്കും എനിക്ക് അധികം പറയാൻ വേണ്ടി പറ്റിയില്ല. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, ഞാൻ എന്തായാലും എക്സാമിന് തോക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം ആ മാം തന്നെ എന്നോട് കുറച്ചുകൂടെ സിമ്പിളാക്കി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തത്. എനിക്ക് എളുപ്പമാക്കി തരുകയും ചെയ്തത്, ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിളാക്കി. അങ്ങനെ ഞാൻ ഉത്തരം പറയുകയുണ്ടായി. പിന്നീട് അവസാനം എൻ്റെ പേപ്പർ കൊടുത്ത് പോരാൻ നേരത്ത് ആ മിസ്സ് എൻ്റെ പേപ്പറിലല്ല നോക്കിയത്, എൻ്റെ മുഖത്ത് നോക്കി എന്നെ ചിരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ എന്തായാലും എക്സാമിന് പാസ്സാകുമെന്ന്. അങ്ങനെ മാർച്ച് ആയപ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞ്. അതിനു മുമ്പ് അന്നത്തെ ദിവസം തന്നെ റിസൾട്ട് നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമ്മയ്ക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ അടക്കം മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് കാശുരൂപം ഉടുപ്പിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പും വിശുദ്ധ തൈലവും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു. 2025 ജനുവരിയിൽ ഞാൻ എൻ്റെ അവസാനത്തെ മൊഡ്യൂൾ പാസ്സായിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ സെപ്റ്റംബർ ഇൻടേക്കിന് പോകാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ ഒന്നും പാസ്സാവുന്നുണ്ടായില്ല. ഒരു 8 ഇൻ്റർവ്യൂയോളം ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും പാസ്സാവുന്നുണ്ടായില്ല. കഴിഞ്ഞൊരു വർഷം ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉള്ള ഒരു കാലമായിരുന്നു. കാരണം കുറേ ഇൻ്റർവ്യൂകൾ വന്നിട്ടും അതിലൊന്നും ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് ഈ വർഷം ജനുവരി 8-ാം തീയതിയാണ് ഒരു ഇൻ്റർവ്യൂ വന്നതും അത് ഞാൻ പാസ്സായതും. പാസ്സാവുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അതിന് 2 ദിവസം മുമ്പേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു.
അപ്പോൾ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ എന്ത് അനുഗ്രഹം തന്നാലും അതിനു മുമ്പായിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുമായിരുന്നു. പിന്നെ എന്നെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പോലും അവർ പറഞ്ഞത് ഏപ്രിലോട്ട് പറ്റില്ല, ഞങ്ങൾ നോക്കാം, എന്നാലും സെപ്റ്റംബർ ഉദ്ദേശിച്ചാണ് അവരെന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് ഏപ്രിലോട്ട് എന്നെ എടുക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങൾ മാക്സിമം നോക്കാമെന്നേ പറഞ്ഞോളൂ, കാരണം ഓൾറെഡി അവർ ഡിസംബർ ആകുമ്പോൾ ആരും എടുക്കില്ല, ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാം അവർ ക്ലോസ് ചെയ്തിരിക്കും, 3 മാസം കൊണ്ടൊന്നും ആകില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ എന്നെ എടുക്കാൻ തയ്യാറായില്ല ആദ്യം. പക്ഷേ പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എടുക്കാം, കുഴപ്പമില്ല. പിന്നെ 2 ആഴ്ച കൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് വരികയും ചെയ്തു. പിന്നീട് പെട്ടെന്നായിരുന്നു എല്ലാം. പിന്നെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. ഫെബ്രുവരി 23 വിസയ്ക്ക് വെക്കാനായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയി. അവിടെ പോയ സമയത്ത് ഭയങ്കര തടസ്സം ഉണ്ടായിരുന്നു, കാരണം കാറ്റഗറി തെറ്റാന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. ശരിക്കും അങ്ങനെ തെറ്റാന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ കയറാൻ വേണ്ടി പറ്റില്ല, നമുക്ക് വിസയ്ക്ക് വെക്കാൻ വേണ്ടി പറ്റുമെന്നില്ല. പക്ഷേ അന്ന് ഒത്തിരി വിഷമിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പറ്റി. അവിടെയും ഞങ്ങൾ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എങ്കിലും വിസയ്ക്ക് വെച്ചപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞൊരു വ്യക്തിയാണ്, അപ്പോൾ ചിലപ്പോൾ റിജക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. എൻ്റെ ആദ്യത്തെ 3 സർട്ടിഫിക്കറ്റ് 1.5 വർഷത്തെ വാലിഡിറ്റി കഴിഞ്ഞതാണ്. രണ്ടാമത്തെ സ്പീക്കിംഗ് ലാസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തപ്പോഴും 1 വർഷവും 2 മാസവും കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് എല്ലാം ഭയങ്കരമായിട്ട് റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. എങ്കിലും ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് മാർച്ച് 17 വിസ അടിച്ച് കൈ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഞാൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പോയ സമയത്ത് എനിക്ക് ടോക്കൺ നമ്പറായിട്ട് 17 എന്നാണ് ഡേറ്റ് ആയിരുന്നു കിട്ടിയത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ആയിട്ട് ഹോസ്പിറ്റലിൽ പത്രം കൊടുക്കുകയും അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും കാണുകയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പത്രം റെയിൽവേ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും പള്ളികളിലും വഴികളിലും വീടുകളിലും ബസ് സ്റ്റാൻഡിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഈ മാർച്ചിൽ പത്രം കൊടുത്ത സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗതാഭിഷേകം ഉണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞാൻ ഇവിടെ എല്ലാ മാസവും വരും പത്രം വാങ്ങിക്കാനായിട്ട്. ഞാനപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു, ഒന്നും പോകാനുള്ളതായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടി. അങ്ങനെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ സമയം നോക്കിയപ്പോഴേക്കും കൃത്യം 3 മണിയായിരുന്നു. അപ്പോൾ എനിക്കറിയാം എന്തായാലും എന്നെ മാതാവ് എങ്ങനെയാലും എന്നെ കൊണ്ടുപോകുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഇപ്പോൾ എനിക്ക് വിസ അടിച്ച് കൈ കിട്ടി, ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു. ഈ മാസം അവസാനം മാർച്ച് 29 ഞാൻ ജർമ്മനിയിലോട്ട് പോവുകയാണ്. മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഹെർണിയൊക്കെ ഉണ്ടായിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഹെർണിയ ചുരുങ്ങി പോവുകയും അപ്പയ്ക്ക് കിഡ്നി സ്റ്റോണും ഉണ്ടായിരുന്നു, അത് മാറുകയും ചെയ്തു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് അവരെ കുളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികളുള്ള വീടുകൾ സന്ദർശിക്കുകയും ക്യാൻസറുള്ള ഒരു ചേച്ചിനെ സന്ദർശിക്കുകയും അവിടെ പൈസ കൊടുത്ത് സഹായിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന പൈസയിൽ ഞാൻ കുറച്ച് നാൾ പഠിപ്പിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് എല്ലാ മാസവും ദശാംശം കൊടുക്കുകയും അത് വെച്ച് കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നിയമാവർത്തനം 29:9 നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിസ്മയ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മ മാതാവ് കരം പിടിച്ച് നടത്തിയ ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജർമ്മൻ ഭാഷാ പഠനവും അതിൻ്റെ പരീക്ഷകളും അതിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സും വിസ ലഭിക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളെയും മകൾ വളരെ വ്യക്തമായി തന്നെ നമ്മളോട് പങ്കുവച്ചു. പ്രതിസന്ധികളേറെ ഉണ്ടായിരുന്ന ഒരു പഠനകാലം, എങ്കിൽ ഓരോ പ്രതിസന്ധിയിലും അമ്മ മാതാവിൻ്റെ പ്രസൻസ് നൽകിക്കൊണ്ട് അമ്മയിൽ ആശ്രയിച്ചാൽ അത് വിജയത്തിലേക്കും ഫലമണിയുന്ന പരിശ്രമത്തിലേക്കും എത്തിക്കുമെന്ന് നിരന്തരം മകൾക്ക് തെളിവ് നൽകി വിജയം നൽകി സഹായിച്ചു കൊണ്ടിരുന്നു.
അത് അവസാന നിമിഷമാകുമ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുമ്പോൾ പരീക്ഷ പാസ്സായതിൻ്റെ കാലാവധി പോലും കഴിഞ്ഞുവെന്ന രീതിയിൽ തോന്നുന്നുണ്ട്. എങ്കിലും റിജക്ഷനാകുമോ എന്ന ഭയം നോർമലായി ഉണ്ടാകുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ ഇത് ഭദ്രമാകും എന്ന പ്രത്യാശയോടുകൂടി മകൾ ആ പ്രോസസ്സിൽ ഏർപ്പെടുകയും മകൾക്കത് വിജയത്തിന് കാരണമായി തീരുന്നതിനെ മകൾ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയുമാണ്. ഉടമ്പടി ഭാരങ്ങളെല്ലാം എടുത്തു നീക്കി നമ്മളെ ലഘൂകരിച്ച് ജീവിതത്തെ ശുഭകരമാക്കുന്ന, പഠന പരിശ്രമങ്ങളെ വിജയത്തിലെത്തിക്കുന്ന, നമ്മുടെ ഏതാഗ്രഹങ്ങളാണോ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നത് അവയ്ക്ക് ഫലം തരുന്ന പദ്ധതിയാണ്. ഉടമ്പടിയിൽ നമുക്ക് അമ്മയോടുള്ള ബന്ധം എത്ര കണ്ട് ആഴപ്പെടുന്നു എന്നതാണ് പരിശോധിക്കുന്നത്. അമ്മയോടുള്ള ബന്ധം ആഴപ്പെടുന്നതിൻ്റെ അടയാളമാണ് അമ്മ മാതാവ് സുഗന്ധാഭിഷേകത്തിലൂടെ നിരന്തരം മകൾക്കും മകളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും പ്രത്യേകമായ സാന്നിധ്യങ്ങൾ നൽകി സഹായിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി ജീവിക്കുവാൻ പ്രയാസമുള്ള ഒരു പദ്ധതിയല്ല. ഉടമ്പടി മാതാവിനെ ആഗ്രഹത്തോടും ശരണത്തോടും കൂടി ചേർത്ത് പിടിച്ച് നടക്കുവാൻ നമ്മളെ നിരന്തരം സഹായിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ്. അത് നമ്മളെ പാപങ്ങളിൽ നിന്ന് അകറ്റുന്നു, കൃപകളിൽ വളരുവാൻ സഹായിക്കുന്നു. നമ്മുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായി ഫലം ലഭിക്കും വിധം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അവിടുത്തെ സംരക്ഷണം നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ മകൾക്ക് പഠനനാളുകളിൽ ലഭിച്ച സംരക്ഷണത്തിന്, പരീക്ഷകൾക്ക് ലഭിച്ച വിജയത്തിന്, പ്രോസസ്സ് തടസ്സമില്ലാതെ വിദേശത്തേക്ക് പോകുവാൻ വഴിയൊരുക്കി കൊടുത്തതിന്, പ്രത്യേകിച്ച് ഏതാണ്ട് ജനുവരിയിൽ തുടങ്ങിയ ആ ഇൻ്റർവ്യൂ വിസ പ്രോസസ്സ് 2 മാസം കൊണ്ട് പൂർണ്ണമായി പൂർത്തീകരിച്ച് സമയച്ചുരുക്കത്തിൽ അമ്മ വിദേശത്തേക്ക് എത്തിക്കും വിധം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നൽകിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശയോടുകൂടി ഉടമ്പടി നമുക്ക് വൃത്തിയായി ജീവിക്കാം. ഉടമ്പടി നിയോഗങ്ങൾ അമ്മയിലൂടെ ഈശോ നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കും. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത കുഴുത്തുളു സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് കൃപാസന പത്രം 2017-18 കാലഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയപ്പോഴാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ തരുന്ന വ്യക്തികളിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അതിനുശേഷം ഉടമ്പടിയെക്കുറിച്ചോ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചോ ഒന്നും എനിക്കങ്ങനെ കാര്യമായി ബോധ്യങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം 2023 എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, നമുക്ക് ഡിസംബർ മാസത്തെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് മെറിറ്റുള്ളപ്പം നമുക്ക് ദൈവത്തെ അന്വേഷിക്കുക അല്ലെ ഉടമ്പടി എടുക്കുക, അതിൻ്റെ ഒരു ബോധ്യം എനിക്കന്ന് തോന്നിയില്ല. കാരണം നമ്മുടെ മെറിറ്റാലെല്ലാം നടക്കും എന്നുള്ളൊരു ബോധ്യമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന ആ സമയം തോന്നിയപ്പം നമുക്ക് രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രമേ ഉള്ളൂ, ഇനി സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് 2023 ഡിസംബറിൽ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കാനഡയിൽ എബ്രോഡ് പോയപ്പം അവിടെ ചെന്ന് എനിക്ക് മോനെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിപ്പോൾ മോൻ കൂടുതലില്ലാത്തതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ മോനെ കൊണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ഉണ്ടായ 2 പ്രാവശ്യം ഞാൻ ഉടമ്പടിയിൽ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. രണ്ടാമത് ഞാൻ വളരെയേറെ വിഷമത്തോടെ ഇവിടുന്ന് ഞാൻ പോയി. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്നു. എഴുതി കൊടുത്തിട്ട് പോയി. വീണ്ടും ഞാനിവിടെ ഒരു സ്വപ്നം കാണുകയാണ്. ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ തന്നെ താഴെ നിന്ന് കാണുന്നതായിട്ട്. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു സിസ്റ്ററിനെ സ്വപ്നം കണ്ടു. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, സാക്ഷി എഴുതി കൊടുത്തപ്പം പറയുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കൂട്ടത്തിൽ ആളില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കിട്ടിയ നിയോഗങ്ങൾ പറയാൻ മേലെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ എന്നാൽ ഞാൻ ഇന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് പറയണ്ട, ചൊവ്വാഴ്ച പറഞ്ഞാൽ മതി. ചൊവ്വാഴ്ചയാകുമ്പോൾ ആൾത്താരെ കയറുമെന്ന് പറയാം. അന്ന് ആരാധന നടക്കുന്ന ദിവസമാണ്, അപ്പോൾ ആളെമ്പടിയുള്ള ദിവസമാണ്, അന്ന് പറഞ്ഞാൽ മതി. ഇന്ന് അമ്മ ഇവിടെ നിന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു മിറക്കിളാണ്. ഇന്നിപ്പം എനിക്ക് ചൊവ്വാഴ്ച തന്നെ സാക്ഷ്യം പറയാൻ പറ്റി എന്നുള്ളത്. ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ ഒന്ന് പോകുമ്പോൾ ഞാൻ വളരെയേറെ സങ്കടത്തോടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തോടെ പോയി. കഴിഞ്ഞ പ്രാവശ്യം 7ാമത്തെ പുതുക്കലിൽ ഞാൻ വന്നപ്പോൾ നിയോഗം വെച്ചു, അമ്മ 8ാമത്തെ പുതുക്കലിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്നുള്ളത്. അത് അമ്മ ഇന്ന് എനിക്ക് ഈശോയിലൂടെ സാധിച്ചു തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇനി എൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് ഞാൻ വരാനുണ്ടായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, സാക്ഷ്യം പറയാൻ എന്നെ കൂടുതലായിട്ട് തോന്നിപ്പിച്ചത് മാർച്ച് 4 ഒരു സാക്ഷ്യം എല്ലാവരും കേട്ട് കാണും. ഒരു മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ മകളുടെ മകന്
പിന്നെ അഡിനോയിഡിൻ്റെ അസുഖം ഉണ്ടായി കഴിഞ്ഞപ്പം ആ മാക്കൊരു വചനം കിട്ടി, വിളക്ക് കൊളുത്തി, ലൂക്ക 8:16, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ മേളിൽ വെക്കാറില്ല, മറിച്ച് അത് പീഠത്തിന്മേലാണ് വെക്കുന്നത്, എല്ലാവർക്കും പ്രകാശം ലഭിക്കാറില്ല. ഞാനും അന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ സാക്ഷ്യം പറയണേൽ നീ എനിക്കൊരു വചനം തരണം, ആ വചനത്തിലൂടെ ഞാൻ സാക്ഷ്യം പറയുള്ളൂ, എന്നെ നീ അത് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേ ദിവസം മാർച്ച് 5-ാം തീയതി ഞാൻ വചനം എടുത്ത് വായിച്ചപ്പോൾ എനിക്കും കിട്ടിയത് ഈ വചനമാണ്. ആ വചനത്തിലൂടെ എനിക്ക് ബോധ്യമായി എനിക്കും സാക്ഷ്യം പറയാൻ ഈശോ എന്നെ അനുവദിക്കുമെന്നുള്ളത്. അങ്ങനെ എനിക്കിന്ന് എൻ്റെ സാക്ഷി ഇവിടെ തുടങ്ങാൻ സാധിച്ചു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് ഉടമ്പടി വസ്തുക്കളിലൂടെ കിട്ടിയ ഒരനുഭവമാണ്. 2020 എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഞാനത് ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്കൊരു 15 വർഷത്തോളമായിട്ട് എനിക്ക് ഉപ്പൂറ്റിയുടെ പുകച്ചിലുണ്ടായിരുന്നു. എനിക്ക് ഒരു മിനിറ്റ് പോലും ഒരിടത്തൊന്നും നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പോഴത്തേനും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പറിച്ച് ചവിട്ടും, കിടക്കത്തില്ല, എനിക്ക് കാല് നീട്ടിയിരിക്കത്തില്ല. എൻ്റെ ഒരു സ്ഥലം എനിക്ക് ഒരു തരത്തിൽ ഉപ്പൂറ്റി ടച്ച് ചെയ്യാതെ നമുക്കറിയാമല്ലോ, നമുക്കൊരു സ്ഥലങ്ങളിൽ നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല. അത്രയേറെ ഞാൻ കഷ്ടപ്പെടുമായിരുന്നു, എനിക്ക് ഉറക്കമില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ എൻ്റെ ഈ ഉപ്പൂറ്റിയുടെ പുകച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു. എനിക്ക് 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് ഇതെന്ത് സംഭവിച്ചു, ഒരു മിറക്കിൾ പോലെ എനിക്ക് നല്ല ഉറക്കമുണ്ട്, എൻ്റെ പുകച്ചിൽ മാറി. അങ്ങനെ ഇപ്പോൾ എനിക്ക് 5 വർഷമായി പിന്നീട് ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഡോക്ടേഴ്സ് പോലും പറഞ്ഞു, ചേച്ചി ഇത് ഒരു പ്രായം വരെ ഉണ്ടാവും, ഇത് എത്ര മരുന്ന് കഴിച്ചാലും റിപ്പീറ്റ് വരും, അല്ലെ ഉള്ളംകാലിനകത്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, എന്നാലും പിന്നീടും വരും എന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും പിന്നെ പോയിട്ടില്ല. അത് മാതാവ് എനിക്ക് ഈശോയിലൂടെ മേടിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി തൈലം വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ. എന്നും എനിക്ക് നടുവെട്ടലും വേദനയുമായിട്ട് 10 വർഷത്തോളമായിട്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താണ്. MRI എടുക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ എടുത്തില്ല. എക്സ്റേയും എല്ലാം ചെയ്ത് ഇഞ്ചക്ഷനും മരുന്നുമായിട്ട് കടന്നുപോയി. അപ്പോൾ ഒരു സാക്ഷ്യത്തിലൂടെയാണ് അതെനിക്കത് ബോധ്യം വന്നത്. 32 വർഷമായിട്ട് നടുവിന് വേദനയുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പം ചേട്ടൻ്റെ നടുവേദന മാറിയെന്ന്. അങ്ങനെയാണ് ഞാൻ ഓർത്ത്, അമ്മ മാതാവി എനിക്കും നടുവേദനയുണ്ടല്ലോ, എൻ്റെ നടുവിനും തൈലം പറ്റി പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് 2 നേരവും ഞാൻ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രയറിൽ തൈലം പറ്റി പ്രാർത്ഥിച്ച് എൻ്റെ നടുവേദന പരിപൂർണ്ണമായിട്ട് മാറി. എനിക്ക് 1 മിനിറ്റ് പോലും കുനിഞ്ഞു നിന്ന് മിറ്റ പഠിക്കാനോ ഒരു പണി ചെയ്യാനോ ഒരു ജപമാലയുടെ ഒരു രഹസ്യം എനിക്ക് മുഴുവൻ ചെല്ലാൻ നടുവേദനയോട് പറ്റത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ വീട്ടിലെ പ്രാർത്ഥന ഒരു 3/4 മണിക്കൂറോളം മുട്ടയെ കുത്തി നിന്നാണ് ഞാനിപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് എത്ര കുനിഞ്ഞ് വേണേലും നിന്ന് ഇപ്പം മിറ്റ പഠിക്കുന്നതിനോ പണികളോ ചെയ്യാം. 1.5 മണിക്കൂറോളം 1000 ജപമണിമാല ഞങ്ങളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ പള്ളിയിലുണ്ടായിരുന്നു. അത് ഞാൻ 2 പ്രാവശ്യവും പോയി 1.5 മണിക്കൂറോളം നിന്ന് മുട്ടുകുത്തി നിന്ന് കൂടി. എനിക്ക് യാതൊരു നടുവേദനയും ഉണ്ടായിട്ടില്ല. പിന്നീട് എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വലത് കൈയുടെ 2 വിരലിൻ്റെ ഇടയ്ക്ക് കണ്ടമാനം ഇങ്ങനെ തൊലി പോയി ചീഞ്ഞു വരുന്ന ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അത് എനിക്ക് തന്നെ പലപ്പോഴും എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഒരറപ്പായിട്ടാണ് തോന്നിയത്. ഈ അലക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും വെള്ളമെല്ലാം അവിടെ പറ്റി, സോപ്പും പറ്റി. ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിച്ചൊന്നുമില്ല. ലോഷനും സോപ്പും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് നോക്കി, യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. അതും ഉടമ്പടി തൈലത്തിലൂടെ ഞാൻ ഈ രോഗസൗഖ്യങ്ങളൊന്നും നിയോഗത്തിൽ വെച്ച കാര്യങ്ങളല്ല. പിന്നീട് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന ശേഷം എനിക്ക് ഒരു 3 വർഷത്തോളമായിട്ട് അലർജി എന്നെ വല്ലാതെ ബാധിക്കുമായിരുന്നു. കണ്ണി ചൊറിച്ചിൽ, ചെവി കടിയ്, അതുപോലെ ഒത്തിരി സൈനസൈറ്റീസ്, ടോൺസിലിറ്റീസ്. ഒരു 3 വർഷമായിട്ട് ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒത്തിരി ആയുർവേദവും അലോപ്പതിയും എല്ലാം കഴിച്ചിട്ടും യാതൊരു പ്രയോജനം വരാതെ വരുമ്പോൾ എനിക്ക് ഈ അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയാണ് എനിക്ക് ഈ രോഗസൗഖ്യം കിട്ടിയത്. പിന്നീട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കടബാധ്യതയാണ്. കടബാധ്യത എന്ന് പറഞ്ഞാൽ മോനെ വിദേശത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു 23 ലക്ഷം രൂപ കടബാധ്യതയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ലോൺ ഉണ്ടായിരുന്നു, ഗോൾഡായിട്ടുണ്ടായിരുന്നു, മറ്റു പല വ്യക്തികളുടെ നിന്ന് മേടിച്ച ഒരു കടബാധ്യതയായിരുന്നു. അത് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് മോനെ ജോലി നഷ്ടപ്പെട്ടവിടെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് മോനെ അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം ഞങ്ങളുടെ കടബാധ്യത തീർന്നു പറഞ്ഞാൽ മാതാവിൻ്റെ വലിയൊരു മിറക്കിളാണ്. 10 പൈസ പോലും ഞങ്ങൾക്ക് ഒരാളുടെ നിന്ന് മേടിച്ച് വേറൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാതെ ഞാൻ ഉടമ്പടി വസ്തുവായി ഉപ്പ് പറമ്പി വിതറി. ഞങ്ങളുടെ ഹൈ റേഞ്ചാണ്, അവിടെ ഏലം കൃഷി,
കുരുമുളക് കൃഷികളാണ് അവിടുത്തെ മെയിൻ ആദായം. ആ ആദായത്തിൽ ഞങ്ങൾക്ക് മാതാവ് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യവും 3 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ഓരോ വ്യക്തികൾക്കും ഗോൾഡും എല്ലാം കൊടുക്കാനുള്ളതെല്ലാം ഞാൻ ആ ഉടമ്പടി വസ്തുക്കളിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് നല്ല വിളവുകൾ കിട്ടി. വിളവിന് നല്ല വില കിട്ടി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. 9 മാസം കൊണ്ട് ഞങ്ങൾക്ക് ആ കടം വീട്ടാൻ സാധിച്ചെന്നുള്ളതാണ്. ദൈവത്തിനും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. കാരണം വെച്ചാൽ 2024 കടുത്ത വേനലിൽ പോലും ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഏലക്കായ എടുത്ത് കണ്ടപ്പം ഞങ്ങളുടെ പറമ്പിൽ പണിയാൻ വന്ന ചേച്ചിമാർ പോലും അതിശയിച്ചു പോയി. അവർ പോലും ചോദിച്ചു, ഈ കടുത്ത വേനൽ നിങ്ങളുടെ പറമ്പിൽ നിന്ന് ഇത്രയും കാ കിട്ടിയല്ലോ എന്ന്. അങ്ങനെയാണ് മാതാവ് ഞങ്ങളെ അതിലൂടെ സംരക്ഷിച്ചത്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നീട് ഉണ്ടായ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 1 വർഷത്തോളമായിട്ട് ഒരു ആവിയും പരവേശത്തിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. അന്നേരം ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചോദിക്കുന്നു, ഭയങ്കര ചൂടാലേ? ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ ഭയങ്കര ആവിയും ഉറക്കമില്ലായ്മയും വളരെ ഒരു അസ്വസ്ഥതയുണ്ടെന്ന്. അപ്പോൾ ഒരു ഡോക്ടർ ചോദിക്കുന്ന രീതിയിൽ അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, മോളെ ഇതിൻ്റെ ആരംഭം എന്നാ തുടങ്ങിയേ? അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് അതിനെക്കുറിച്ച് പറയുന്നു. ആ സ്വപ്നത്തിലൂടെ എനിക്ക് ആ രോഗസൗഖ്യം കുറഞ്ഞു കിട്ടി. പിന്നീട് ഇതേവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയ ഒരു അത്ഭുതം എന്ന് പറയാൻ, ഡെയിലി ബ്രെഡിൽ ഞങ്ങൾക്ക് ഒരു ഉൽപ്പന്നം വിറ്റഴിച്ചിട്ട് വേണമായിരുന്നു, ഏലക്കായായിരുന്നു, അത് വിറ്റിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് വേറൊരാൾക്ക് കടം മേടിച്ച് പൈസ കൊടുക്കാൻ. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരുന്ന സമയത്ത് ഞങ്ങൾക്കത് വിൽക്കാൻ എന്ത് ചെയ്താൽ സാധിക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാനിത് അലമാരിയിൽ ഇതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് ഞാൻ അച്ഛന് നമ്മളോട് പറയുകയല്ലേ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് ഞാനിതെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചേച്ച് ഞാനിത് അലമാരിയിലോട്ട് തിരിച്ചുകൊണ്ട് വെക്കാൻ തുടങ്ങിയപ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണ്, എന്തോ ഒരു ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരെ കാണിക്കുന്നുണ്ട്, അത് ഒരുപക്ഷെ വിറ്റിട്ടായിരിക്കാം അവരുടെ കടബാധ്യത തീർക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആഗ്രഹിച്ചു കൂടുതൽ വിലയ്ക്ക് ഞങ്ങളുടെ ആ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ 2024 കടുത്ത വേനലിൽ ഞങ്ങളുടെ കുഴക്കണ്ടിലെ വെള്ളം താന്നുപോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും എന്ന് എടുത്ത് നോക്കിയപ്പോൾ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് അല്ല, അപ്പോൾ വേറെ മോട്ടർ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോട്ടർ ഇട്ടാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല, കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം അടിച്ചാൽ തീരെയില്ലാത്ത പോലെ വെള്ളം ഞങ്ങൾക്ക് കുഴക്കണ്ടി കിട്ടുന്നുണ്ട്. ഞങ്ങൾ 2020 കുഴലടിച്ചതാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയതുമാണ്. ഞാൻ അവിടെ കൊണ്ട് മോട്ടർ പൊക്കിയ സമയത്ത് ഞാൻ വിശുദ്ധ വസ്തുക്കളായ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് തേന് തൈലും എല്ലാം കുഴക്കണ്ടിലോട്ട് ഇട്ടു. അവിടെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് കുഴിച്ചിട്ടു. അപ്പം മോട്ടർ പൊക്കാൻ വന്നവരെല്ലാം പറഞ്ഞു, നിങ്ങൾ 1 ലക്ഷം രൂപ മുടക്കി മോട്ടർ ഇട്ടാൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല, നിങ്ങളുടെ വീട്ടാവശ്യത്തിന് മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ എന്ന്. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ നീ തന്ന വെള്ളമാണെങ്കിൽ നീ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കൈ ഉപ്പ് വാരി ഞാൻ ആ വെള്ളത്തിലോട്ടിട്ടു. ആ വെള്ളത്തിലോട്ടിട്ടപ്പോൾ ഞാൻ വലിയൊരു 5 കിലോ ഭാരമുള്ള ഒരു വസ്തു ചെന്ന് വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു സൗണ്ടാണ് എനിക്കന്നേരം ബ്ലും എന്നുള്ളൊരു സൗണ്ടാണ് വെള്ളത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാതാവ് നമുക്ക് വെള്ളം തരും, വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ തന്നിട്ടേ പോകത്തുള്ളൂ. ഞാനും അന്നേരം ഉടമ്പടിയിലായിരുന്നേലും എനിക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് വിഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മാതാവ് പറയണം, നീ ഉടമ്പടിയിലല്ലേ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്ക് നല്ല ആത്മധൈര്യമായി. അതുപോലെ എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടിയെന്ന് പറയാൻ, ഞാൻ പറമ്പിൽ ഇങ്ങനെ പോയി നിന്ന് കാപ്പിക്കുരു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറമ്പിലോട്ട് ഇറങ്ങി പോകുമ്പോഴും എൻ്റെ കൊന്തയിൽ എൻ്റെ ലോക്കറ്റും ഉണ്ട്, അതുകൊണ്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഉപ്പ് ഞാൻ കയ്യിലെടുക്കും പറമ്പിൽ പോകുമ്പോൾ. അപ്പോൾ പറമ്പിൽ ഇങ്ങനെ പന്നിയെല്ലാം വന്ന് ഇളക്കിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ കാപ്പിക്കുരു അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ എന്നോട് പറയുകയാണ്, താഴോട്ടൊന്നിറങ്ങി നോക്കാൻ. ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, എന്ത് നോക്കാൻ, ഇപ്പോൾ പന്നി വന്ന് ഇളക്കിയിട്ട് പോയാൽ പോട്ടെ, ഇനിയിപ്പോൾ എന്താ നോക്കാനിരിക്കുന്നത്. വീണ്ടും എന്നെ ശല്യപ്പെടുത്തുവാണ്, അവിടെ നിന്ന് താഴോട്ടൊന്ന് നോക്കാം. ഞാനൊരു 10 അടി താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ചെറിയ കട്ടിങ്ങാണ്, അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്, അതിന് തായ്വേരെല്ലാം പോയി നിൽക്കുന്ന മരമാണ്. ഞാൻ ഈ ഇടത് കൈ കൊണ്ട് ആ മരത്തെ പിടിച്ച് താഴോട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്നാ. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഈ മരം ആടുകയാണ്. ഞാൻ കൈ വിട്ടു, ഈ മരം വന്ന് വീണത് ഞാൻ നിന്ന ആ കാപ്പിയുടെ ചുവട്ടിൽ ആ കാപ്പിക്കുരു, ഒരു ബക്കറ്റ് കാപ്പിക്കുരു ഇരുന്നതിലോട്ട് ഈ മരം വന്നങ്ങ് വീണു. അതിൻ്റെ അറ്റം മാത്രം ഞാൻ വീട്ടിലെടുത്തുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞു, ഇത് തന്നെ ധാരാളം എൻ്റെ ജീവൻ പോകാനെന്ന്. മാതാവ് എന്നെ അവിടെ നിർത്തുകയല്ല, എന്ത് ചെയ്താ, നീ താഴോട്ടിറങ്ങി നോക്കുന്ന എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുക. അപ്പം ഞാൻ ഓർത്തുന്ന വീട്ടിലോട്ട് കയറി പോകുമ്പോൾ നോക്കാമെന്ന് ഓർത്തിരുന്നിട്ട് സമ്മതിക്കുകയില്ല. അപ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം. പിറ്റേ ദിവസം ആ മരം അവിടെ കിടക്കുന്നു, ബക്കറ്റെല്ലാം മറിഞ്ഞ്
കാപ്പക്കുരു എല്ലാം മറിഞ്ഞു പോയി. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് കാപ്പക്കുരുവും പെറുക്കി വീട്ടിൽ കയറി വന്നു. അപ്പോൾ എൻ്റെ മദറിൽ എന്നോട് ചോദിച്ചു, സിനി എന്നാ ഇത്രയും താമസം? അപ്പം ഞാൻ ഈ മരം കാണിച്ച് ഇതുകൊണ്ടോ ഇതിൻ്റെ അറ്റ ഭാഗമെന്ന്. എല്ലാവർക്കും ഭയങ്കര അതിശയമായിപ്പോയി. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ ആ മരം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് ചുമ്മാ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്, അതിൻ്റെ മരത്തിൻ്റെ ഈ പോള കാലും കൊണ്ടൊന്ന് തൊഴിച്ച് നോക്കാം. ഞാൻ ചുമ്മാ അതങ്ങ് തൊഴിച്ച് നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു വെള്ളിക്കെട്ടം പാമ്പിരിക്കുകയാണ്. അതും ഞാൻ ആ നിൽക്കുന്ന കാപ്പിയുടെ ചുവട്ടിൽ തന്നെയാണ് ഈ തടി കിടക്കുന്നത്. ഞാൻ ആ പാമ്പിനെ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാമ്പിനെ തല്ലിക്കൊല്ലുന്നത്. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഒരുപാട് സംരക്ഷണങ്ങൾ ഞങ്ങളുടെ കുടുംബത്ത് എന്നും അസുഖങ്ങളും രോഗങ്ങളുമായിരുന്നു. ഈ 2.25 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരാശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും തിരുക്കുമാരിലൂടെ മേടിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. ഇതുകൂടാതെ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശോയോടും അമ്മയോടും ഒരുപാട് സ്നേഹമായി. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ മാതാവിനോട് പ്രാർത്ഥിക്കും, ജപമാല ചെല്ലും. ഈശോയോട് ഞാൻ അങ്ങനെ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ് പറയും, അമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് പറയും, വൈകിട്ട് ഞാൻ ഗുഡ് നൈറ്റ് പറയും. എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും ഈശോയോടും അമ്മയോടും പറയും. ഞാൻ പള്ളിയിൽ പോയാലും അമ്മേ ഞാൻ പോവാ, ഈശോയെ ഞാൻ പോവാ, ഞാനിവിടെ വന്നു കേട്ടോ, എൻ്റെ കൂടെ വരണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ ചെന്നാലും ഞാൻ പറയും, അമ്മേ ഈശോയെ ഞാൻ വന്നു കേട്ടോ, എൻ്റെ കൂടെ വരണം. എന്ത് കാര്യത്തിന് ഞാൻ പോയാലും എവിടെ പോയാലും ഞാൻ ഈശോയോ അമ്മയോടും പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അത് എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാത്ത അനുഭവങ്ങളാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയത്. അതുപോലെ വചനത്തിലൂടെ എന്നോട് ഒരുപാട് പ്രാവശ്യങ്ങൾ ഞാൻ വിഷമിച്ച് വചനം എടുക്കുമ്പോഴെല്ലാം എനിക്ക് ഒരുപാട് വചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ വചനങ്ങളാണ് എന്നെ ഏറ്റവും ധൈര്യപ്പെടുത്തിയത്. ഇപ്പോൾ എനിക്കതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. കാരണം അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് എല്ലാം മേടിച്ചു തരുന്നുള്ള നല്ല ബോധ്യമുണ്ട്. കാരണം ഉടമ്പടിയിൽ എനിക്ക് ഒത്തിരി ക്രൈസിസ് വന്നു. ആ ക്രൈസിസിലൊക്കെ ആദ്യമൊക്കെ ഞാൻ ഇച്ചിരി തളർന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, മക്കളെ നിങ്ങളുടെ നിയോഗങ്ങളല്ല പ്രാധാന്യം, അത് നിങ്ങൾ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക. ആ നിയോഗങ്ങൾ നിങ്ങൾ അമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ട് എപ്പം നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുന്നോ അന്നേ നിങ്ങളുടെ നിയോഗങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ നിയോഗങ്ങളും കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾ നിബന്ധനകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ എന്നെ അത് ബോധ്യപ്പെടുത്തി. ഞാൻ കാന്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. മോൻ്റെ ജോലിയുടെ കാര്യങ്ങളിൽ വിസയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ അതനുസരിച്ച് ഞാൻ കാരുണ്യപ്രവൃത്തികൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ എല്ലാ മാസവും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ എല്ലാ ആഴ്ചകളിലും പോവും, ചിലപ്പം ഒരാഴ്ച അല്ലെ മാസത്തിൽ ഒന്ന്. അതുപോലെ പത്രം എല്ലാ മാസവും ഇവിടുന്ന് ആരെക്കൊണ്ടെങ്കിലും മേടിപ്പിച്ച് ഈ 2.25 വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ 2.25 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു മാസം മാത്രമേ പത്രം എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളിലും ഞാൻ പത്രം ഒന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പം 3 കെട്ട് പത്രം തരുന്നു കൊടുത്ത് 2 കെട്ടും 3 കെട്ടും എക്സ്ട്രാ മേടിച്ച് തമിഴ് പാക്കറ്റാണെങ്കിൽ തമിഴ് പാക്കറ്റ് മേടിച്ച് തമിഴ് മേഖലകളിൽ കൂടി എല്ലാം കൊണ്ട് കൊടുക്കും. അതും പ്രാർത്ഥിച്ചൊരുങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങിയേ കൊണ്ട് കൊടുക്കാറുള്ളൂ. എല്ലാവരോടും കൃപാസനത്തെക്കുറിച്ച് പറയും. പത്രമാണെങ്കിലും ഞാൻ അലക്ഷ്യമായിട്ട് ആർക്കും കൊടുക്കാറില്ല. പത്രം കൊടുക്കുമ്പോഴേ ഞാൻ ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയാവോ, പത്രം വായിക്കുമോ, ഈ മാസത്തെ കിട്ടിയതാണെങ്കിൽ ഞാൻ അവർക്ക് ഒരിക്കലും കൊടുക്കത്തില്ല. കിട്ടിയതല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരിൽ നിന്ന് തിരിച്ച് മേടിക്കും, അടുത്തയാക്കി ഞാൻ കൊടുക്കും. അതുപോലെ ഞാൻ അവരോട് ഇതിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് തീർത്ഥാടന ഉടമ്പടിയെക്കുറിച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ക്വസ്റ്റിനെക്കുറിച്ച് ഡെയിലി ബ്രെഡ് ധ്യാനം സാക്ഷ്യം എല്ലാം ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കും. അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഓരോ ദിവസവും ഞാൻ പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് വന്ന് ഞാൻ ജപമാല ചെല്ലും. അവരുടെയൊക്കെ വിശുദ്ധ വസ്തുക്കളൊക്കെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോവും, അനാഥാലയങ്ങളിൽ പോവും, പൊതിച്ചോറ് കൊണ്ടുപോകും. വഴിയിലിരിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ സാമ്പത്തികമായ രീതിയിലും പൊതിച്ചോറായിട്ടും പിന്നെ അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എന്താണോ അത് ഞാൻ മേടിച്ചു കൊടുക്കും. ഞങ്ങൾ നേരത്തെ പലരും കൂടിയും ചോദിക്കും എന്താ വേണ്ടതെന്ന്. അപ്പോൾ ചിലപ്പോൾ സിസ്റ്റേഴ്സ് പറയും അവർക്ക് കമ്പിളിയാണ് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ പലരും കൂടി കമ്പിളി മേടിച്ചു കൊടുക്കും, ഡ്രസ്സ് മേടിച്ചു കൊടുക്കും. സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ പ്രായമായ രോഗികളായി കിടക്കുന്ന വീടുകളിലൊക്കെ പോവും. അവർക്ക് തൈലം തൊട്ടി പ്രാർത്ഥിക്കും. അവർക്കും വേണ്ട സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ ചെയ്യും. അവർക്ക് ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അങ്ങനെ പ്രായമായി കിടക്കുന്നവർക്കൊക്കെ ഒരു ഡൈഫ്രമൊക്കെ മേടിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവർ കാണും. അവർക്ക് ചിലപ്പം ഡൈഫ്രങ്ങളായിട്ടും ഓട്സായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും ഒക്കെ മേടിക്കും. പിന്നെ അനാഥാലയങ്ങളിൽ പോയി പ്രായമായന്മാരുള്ളവരടുത്ത് അവരുമായിട്ട് ചിലവഴിച്ച് അവരുമായിട്ട് അവരുടെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവർക്കും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് കാശ് രൂപമൊക്കെ കൊണ്ട് കൊടുക്കും. അതൊക്കെ അവർക്ക് വലിയൊരു സന്തോഷമാണ്. അതുപോലെ ഒത്തിരി പേരെ ഞാൻ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ പേരൊക്കെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും അയച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞു ഇതുപോലെ അനുഗ്രഹമുള്ള ഒരു പ്രാർത്ഥനയില്ല ചേച്ചി, ആ പ്രാർത്ഥന ഇടാൻ ഞങ്ങൾ നോക്കിയിരിക്കുവാന്നുള്ളത്. ഒത്തിരി പേര് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാവിലെ നോക്കിയിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ജോസഫ് അച്ഛനെ 6 വർഷം സ്വപ്നം കാണാനുള്ള ഭാഗ്യം കിട്ടി. ഒരു പ്രാവശ്യം ഞാൻ ആ മോൻ്റെ ജോലി നഷ്ടപ്പെട്ട സമയത്താണ്. അപ്പം അച്ഛൻ എന്നോട് ചോദിക്കുന്നു എന്തിനാ മോളെ എൻ്റെ താടിക്കിട്ട് ഒരു തട്ട് തന്നിട്ട് ചോദിക്കുക എന്തിനാ മോളെ നീ വിഷമിക്കുന്നത്, അവന് ജോലി കിട്ടുകയല്ലേ. പിന്നെ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും
പിന്നെ അച്ഛന് പണ്ടൊരു പ്രാവശ്യം പറഞ്ഞു, ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരുന്ന് അച്ഛൻ്റെ പഴയ ഒരു ഇടവകയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരമ്മ വന്ന് അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക് വയ്യെന്ന് അച്ഛനോട് വന്ന് അവിടുത്തെ ഇടവക്കാർ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം സ്വപ്നം കാണുകയാണ്, ഞാൻ അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നല്ല തൂവെള്ള വസ്ത്രമാണ് ഇട്ടേക്കുന്നത്, നല്ല കറുത്ത കണ്ണട ധരിച്ചേക്കുന്നു. അങ്ങനെ ഞാൻ കാണുകയാണ്. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ എപ്പോഴും മാതാവിനോട് പറയുന്നത് ഞങ്ങളുടെ ഇടവയിൽ ജോസഫച്ചനൊന്നും വന്നിരുന്നില്ല. അതിന് അമ്മ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാനൊരു ദിവസം സ്വപ്നം കാണുകയാണ്, അച്ഛന് ഈശോ ഞങ്ങളുടെ വീടുകളിൽ പിന്നെ പ്രായമായ രോഗികളെയും കാണാൻ വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് അച്ഛൻ പെട്ടെന്ന് വരുന്നു. അപ്പം വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല, അമ്മ ആശുപത്രി പോയേക്കുവാന്ന് ഞാൻ അച്ഛനോട് പറയുന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ അച്ഛനെ 6 പ്രാവശ്യം സ്വപ്നം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാതാവിനെ 3 പ്രാവശ്യം സ്വപ്നം കണ്ടു. പിന്നെ ഉടമ്പടി തിരിയിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതാവ്, കാശുരൂപം, കുരിശ്, ഹാർട്ട്, പ്രാവ്, പിന്നെ മാതാവിൻ്റെ കിരീടം, അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മഴവിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി മാതാവിൻ്റെ സാന്നിധ്യമായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും വചനത്തിലൂടെയും ഈശോ എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴെന്ത് വിഷമസന്ധി ഉണ്ടായാലും ഞാൻ വചനം എടുക്കുമ്പോൾ അതിന് തക്കതായ വചനങ്ങളാണ് എനിക്ക് എപ്പോഴും ഈശോ എന്നിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിലും എൻ്റെ എല്ലാ ഉടമ്പടി ജീവിതത്തിലും ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയും ഞാൻ മുന്നോട്ട് നിത്യതയെ ലക്ഷ്യമാക്കിയാണ് എൻ്റെ ഉടമ്പടി ജീവിതം. ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ കുർബാന, ദിവ്യബലിയിൽ എല്ലാ ദിവസവും പങ്കുകൊള്ളും. ഞാൻ നേരത്തെ ദിവ്യബലിയിൽ എല്ലാ ദിവസവും പോകുന്ന വ്യക്തിയല്ലായിരുന്നു. കാരണം 1 കിലോമീറ്റർ നടന്നു പോകണം, മഴയാണ്, തണുപ്പാണ്, പിള്ളേരെ സ്കൂളിൽ വിടണം, ആ കാരണമൊക്കെ പറഞ്ഞ് ശനി ഞായറും അവധി കിട്ടുന്ന ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പം എല്ലാ ദിവസവും, ഒരു ദിവസം പോലും ആകെ മുടങ്ങുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കൃപാസനത്തിലേക്ക് വരുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും വിശുദ്ധബലിയിൽ പങ്കുകൊള്ളുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം ഒരിക്കലും മുടക്കാറില്ല. ബൈബിൾ വായന അരമണിക്കൂർ എന്നുള്ളത് കൂടി 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ഞാൻ വായിക്കും. അതുപോലെ കാരുണ്യപ്രവർത്തനം, പ്രേക്ഷിതപ്രവർത്തനം നന്നായി ചെയ്യുന്നുണ്ട്. ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്, സാക്ഷ്യം കേൾക്കുന്നുണ്ട്, അതെല്ലാവർക്കും ഷെയർ ചെയ്യും. ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും തന്നെ മുടങ്ങാതെ കൂടും, അതെല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉടമ്പടിയിലൂടെ വന്നു. നിത്യതയെ ലക്ഷ്യമാക്കി മുന്നോട്ട് ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ജീവിതം. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്കിനിയും എൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ തീർച്ചയായിട്ടും വന്ന് സാക്ഷ്യം പറയുന്നതാണ്. താമസം വന്നാൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടും. അമ്മയെ ഞാൻ മഹത്വപ്പെടുത്തും. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയും അമ്മയും കനിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം വചനം. കർത്താവാണ് നമ്മെ ഉയർത്തുന്നവൻ. രോഗമായാലും ബലഹീനതകളായാലും മാനസിക തകർച്ചകളായാലും കടബാധ്യതകളായാലും എന്ത് ബുദ്ധിമുട്ടായാലും ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. ശാരീരികമായി മാത്രമല്ല, ആത്മീയമായി ഉയർത്തുന്ന ഒരു ഇന്നത്തെ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ആത്മശുദ്ധിയും ദൈവസമാധാനവും ദൈവസാന്നിധ്യവുമാണ് ഉടമ്പടി മക്കൾ അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ ആത്മീയമായി സുഖപ്പെടുത്തുന്നത്. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അനേകായിരങ്ങളുടെ രോഗശാന്തികളുടെ സാക്ഷ്യങ്ങളും കുടുംബ പ്രശ്നങ്ങളിലെ സമാധാനം ലഭിച്ചതും ജോലി ലഭിച്ചതും ആത്മീയമായി പുതുക്കപ്പെട്ട ഒരു ജീവിത സാക്ഷ്യങ്ങളുമാണ് നാം ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും വിശ്വാസത്തോടെ ഈശോയോട് ചേർന്ന് നിൽക്കാനും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുമാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ കൃപയിലേക്ക് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മൾ പ്രശ്നത്തിലോ പ്രതിസന്ധിയിലോ ആവാം, പരിശുദ്ധ അമ്മ കൂടിയുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയതും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നതുമുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സിനി റെജി എന്ന സഹോദരി നമ്മളോട് വെളിപ്പെടുത്തി തന്നത്, സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമായിട്ട് പത്രം കിട്ടിയപ്പോൾ സാധാരണ മനസ്സിലുള്ള തോന്നുന്നത് പോലെ തന്നെ എനിക്കിപ്പോൾ മെറിറ്റുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊരു ഫീലിങ്ങിലായിരുന്നു ഈ മകള് സാക്ഷ്യം തുടങ്ങിയത്. നമ്മൾ ഓരോരുത്തരും അത് നോട്ടീസ് ചെയ്ത് കാണും. ഒരു എല്ലാ മെറിറ്റുമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഉടമ്പടിയാണ്. ഇന്ന് 7 പ്രാവശ്യം പുതുക്കിയിട്ട് 2.5 വർഷത്തോളം ഉടമ്പടി ജീവിതം നയിച്ച ഈ സഹോദരിയുടെ അവസാന വാക്കുകളും സാക്ഷ്യം പറഞ്ഞു നിർത്തിയത് നമ്മൾക്ക് നോട്ടീസ് ചെയ്ത് കാണും എങ്ങനെയാണ് എന്ന്.
ഈശോയും അമ്മയിലും കൂടുതൽ അനുഭവിക്കുകയും കൂടുതൽ ചേർന്ന് നിൽക്കുകയും ചെയ്തപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ വന്ന ഓരോ മാറ്റങ്ങൾ, തുമ്മലും പിന്നെ സൈനസൈറ്റീസും അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഈ സഹോദരി വീണ്ടും ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ പുറം വേദനയ്ക്കും അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ കല്ലിപ്പോ തടിപ്പോ പുറത്ത് തോന്നുന്ന ഒരു വേദനയുള്ള ഒരു വ്യക്തിക്ക് സുഖപ്പെടുന്നു എന്നൊരു വചനമാണ് അച്ഛനന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അന്നത്തെ ദിവസവും സാധാരണ പോലെ ഓയിൻമെൻറ്റും തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ സഹോദരി പിന്നീട് ഉടമ്പടി വസ്തുക്കൾ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന രോഗസൗഖ്യമാണ് അന്നു മുതൽ ഇന്ന് വരെ ആ പുറം വേദന ഫീൽ ചെയ്തിട്ടേ ഇല്ല. അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടെന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ സ്വപ്നത്തിൽ ഡോക്ടർ എന്ന പോലെയാണ് ജോസഫ് അച്ഛൻ ഈ മകളോട് സംസാരിച്ചത്. അങ്ങനെയാണ് പല രോഗങ്ങളിൽ നിന്നും ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം കൂടുതൽ മനസ്സിലാക്കുകയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ കൂടെ ഉടമ്പടി എടുത്ത നാൾ മുതൽ സാന്നിധ്യവും ഓരോ സംസാരത്തിലൂടെയും ഓരോ ഇടപെടലിൽ കൂടെയുമാണ് ഈ സഹോദരിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ കാര്യം 23 ലക്ഷത്തോളം ഉണ്ടായിരുന്ന കടബാധ്യതയായിരുന്നു. ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ലായിരുന്നു. ഇത്രയും വർഷങ്ങൾ ഇവർ കൃഷിപ്പണി ഉണ്ടായിരുന്നു. അതായത് കൃഷിയായത് ഏലക്കായും കുരുമുളകുമായിരുന്നു ഏറ്റവും വലിയ വരുമാനം. പക്ഷേങ്കിൽ ആ വർഷം, അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയും അമ്മയുടെയും കൂടെ നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ വർഷം അവർക്ക് നല്ല മെയിൻ ആദായത്തിൽ നിന്ന് നല്ലൊരു വിളവ് ലഭിക്കുകയും അവരുടെ എല്ലാ കടബാധ്യതകളും 9 മാസത്തിനുള്ളിൽ അത് കടം വീട്ടാൻ സാധിക്കുകയും ചെയ്തത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അസാധ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയുമാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് അസാധ്യമായി തോന്നിയ ഈ കടബാധ്യതയാണ് ഈശോയും അമ്മയും പെട്ടെന്ന് തന്നെ ഈ വരുമാനത്തിൽ കൂടെ വരുമാനം കൂട്ടിയാണ് ഇവർക്ക് ആ കടം വീട്ടാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്നത് കുഴൽക്കിണറിൻ്റെ കാര്യമാണ്. വെള്ളം വറ്റിയപ്പോൾ വീണ്ടും അവർ ഉപ്പിട്ട ആ മാത്രയിൽ തന്നെ ആ സമയത്ത് തന്നെയാണ് ഏതോ ഒരു വലിയ കല്ലിടുന്ന പോലെ ഇവർക്ക് ഫീൽ ചെയ്തത്. അതും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലാണ്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഓരോരുത്തരും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥന ചൊല്ലി എന്ത് കാര്യം നമ്മൾ ചോദിച്ചാലും ഈശോയും അമ്മയും അത് കനിഞ്ഞു നൽകുമെന്നുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞത്, ഓരോ ദിവസവും നമ്മൾ ഡെയിലി ബ്രെഡ് നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയുടെ ഇടയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക എന്നാണ്. അങ്ങനെയാണ് ഈ മകളും അലമാരിയിൽ നിന്ന് തനിക്ക് വേണ്ട ആഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് എന്തൊരു അത്ഭുതം എന്ന പോലെ അച്ഛനും അതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ ഈ മകൾ അലമാരിയിൽ നിന്നെടുത്ത് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു. ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി, എന്തോ ഒരു അത്ഭുതം കാണിക്കുന്നുണ്ട്, അവർക്ക് കടബാധ്യത അത് ആ സാധനം വിറ്റിട്ടായാലും അവരുടെ കടബാധ്യത മാറ്റാൻ സാധിക്കുന്നുവെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോൾ ഈ സഹോദരി പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ചെയ്തത്. അത് ഇവരുടെ കടബാധ്യത തീർക്കാനായിട്ട് ആ പാക്കറ്റിലുണ്ടായിരുന്ന ഏലക്കായും കുരുമുളകുമാണ് ഇവരെ സഹായിച്ചതും അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചതും ഈശോയിൽ അമ്മയിലുള്ള പൂർണ്ണ വിശ്വാസവും ജോസഫ് അച്ഛനോട് ചേർന്ന് നിന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈശോയോടും അമ്മയോടും പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവിടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവത്തെയാണ്, സംരക്ഷിക്കുന്ന ഒരു മാതാവിനെയാണ് നമ്മുടെ ഇവിടെ ജീവിതത്തിൽ കാണുന്നത്. അതുപോലെ തന്നെയാണ് മരം വീണപ്പോഴും ആ വീണ മരത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന ആ പാമ്പിൻ്റെ ആ ശല്യവും അതിൽ നിന്നുള്ള സംരക്ഷണവും എല്ലാം ഇവിടെ ജീവിതത്തിലുണ്ടായിരുന്നത്. താഴോട്ട് നോക്കുക എന്നുള്ള ഒരു ശബ്ദം, അതായത് ഉടമ്പടി മക്കൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ്. ഉടമ്പടി ഒരു കരാർ മാത്രമല്ല, ഒരു ബന്ധമാണ്, ഒരു വിശ്വാസ യാത്രയാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും വേദനകളും എല്ലാ രോഗങ്ങളും എല്ലാം ഈശോയും അമ്മയും അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ മകൾക്കുള്ള പൂർണ്ണ സംരക്ഷണം ലഭിച്ചത്. പൂവിൻ്റെയും ഹാർട്ടിൻ്റെയും കുരിശിൻ്റെയും രൂപവും പിന്നെ മഴവില്ലും ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണാൻ സാധിക്കുന്നത്. സുഗന്ധാഭിഷേകവും അതുപോലെ തന്നെ. വിശ്വസിക്കുന്നവനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഒന്നും അവരെ ഉപദ്രവിക്കാതെ എപ്പോഴും അവരെ കാത്തു പരിപാലിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ പ്രാവശ്യവും
നമ്മൾ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒരുപക്ഷെ ഈ സഹോദരിയെ പോലെ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കാൻ നമുക്കെല്ലാം മെറിറ്റുമുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മെറിറ്റ് ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ദൈവകൃപയും ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതവുമാണ് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി വിശ്വാസം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി പത്രികയും മറ്റുള്ളവർക്ക് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോഴാണ് ഇവിടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ്, പുത്തൻ വഴികൾ ദൈവം തുറന്നു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ തീഷ്ണതയോടെ ഈശോയെ അമ്മയെ മഹത്വപ്പെടുത്തുവാനും കൃപകൾ ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും നമുക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിനി റെജിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും